നോമ്പെടുത്താൽ എന്നാ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ മൻ ഖാമ റമളാന, റമളാനിൽ നിന്നാൽ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ, അവൻ തറാവീഹ് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? ഈമാനൻ വഹ്തിസാബൻ. അവിടെയും റസൂലുള്ളാഹ് കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് പഠിപ്പിച്ചത്. ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മുത്തഫഖുൻ അലൈഹിയായ മറ്റൊരു ഹദീസിൽ കാണാം മൻ സാമ റമളാന വഖാമഹു. രണ്ടിനെയും പരസ്പരം ചേർത്തി വെച്ചുകൊണ്ടുള്ള പ്രയോഗം. മറ്റൊരു ഹദീസിൽ കാണാം മുത്തഫഖുൻ അലൈഹിയായ മറ്റൊരു ഹദീസ് മൻ ഖാമ ലൈലത്തുൽ ഖദ്രി. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അത് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു മാർഗമാണ് റമളാനിലെ നോമ്പെന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, വറമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന. ളുഹുർ കഴിഞ്ഞ് അസർ നിസ്കരിച്ചാൽ, അസർ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ളുഹുർ മുതൽ അസർ വരെയുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. മഗ്രിബ് നമസ്കാരം നിർവഹിച്ചാൽ അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ഒരു ജുമുഅ അറ്റൻഡ് ചെയ്താൽ കഴിഞ്ഞ ജുമുഅ മുതൽ ഈ ജുമുഅ വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും. അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡൻസ് വേണം. അതിൻ്റെതായി പാലിക്കപ്പെടേണ്ട ഷർത്തുകളും നിബന്ധനകളൊക്കെ അതൊക്കെ പാലിക്കപ്പെടേണ്ട. കേവലം ഞാൻ മുസ്ലിമാണ് എന്നുള്ള നിലക്കുള്ള ഒരു കനേഷുമാരി ഒഴുക്ക്, അതിൻ്റെ അപ്പുറത്തേക്ക് ശക്തമായ ഈമാനിൻ്റെയും തഖ്വയുടെയും ലോകത്തേക്ക് നമ്മൾ ഉയർന്നു വളർന്നു വരേണ്ടതുണ്ട്. അക്കൂട്ടത്തിലാണ് റസൂലുള്ളാഹി എണ്ണി പറഞ്ഞത് വറമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ 11 മാസക്കാലം സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും മുകഫിറാത്തുൻ, അതിന് കഫാറത്താണ്, പ്രായശ്ചിത്തമാണ് ഈ റമളാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നു. റമളാൻ അത് ഒരു വ്യക്തിയുടെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ദറജയെ, പദവിയെ ഉയർത്താൻ കാരണമായി. മുൻപ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകുന്ന സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ദിവസം 2 ആളുകൾ കടന്നു വരുന്നു. അവർ ഇസ്ലാം സ്വീകരിക്കുന്നു. ഒരാൾ നോർമൽ നിലക്കുള്ള നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്നു. ഒരാൾ കൂടുതലായി ശക്തമായ കഠിനാധ്വാനങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. യുദ്ധത്തിലേർപ്പെടുന്നു, അദ്ദേഹം മരിക്കുന്നു. സാധാരണ നിലക്കുള്ള ജീവിതം നയിച്ച ഒരു വ്യക്തി, അദ്ദേഹം മറ്റേ വ്യക്തി മരിച്ചതിന് ശേഷം പിൽക്കാലത്താണ് മരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു സ്വഹാബി സ്വപ്നത്തിൽ ദർശിക്കുന്നു, ഈ 2 ആളുകളിൽ അവസാനം മരിച്ചുപോയ വ്യക്തി ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കും. അതിനു മുൻപ് മരിച്ച വ്യക്തി കഠിനാധ്വാനിയായി ശക്തമായ പരിശ്രമങ്ങൾ ദീനിൽ നടത്തിക്കൊണ്ട് ഷഹീദായി രക്തസാക്ഷിയായി മരിച്ചുപോയത്. അത്ഭുതം തോന്നി ഈ കഥ കേട്ടപ്പോ. പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് വിവരം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത് അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന. ആ 2ാമത്തെ വ്യക്തി അദ്ദേഹം എങ്ങനെ സ്വർഗ്ഗത്തിൽ പോയി എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. എന്താ, അദ്ദേഹം 1 കൊല്ലം കൂടി ജീവിച്ചില്ലേ പിന്നീട്? വഅദ്റക റമളാൻ, അദ്ദേഹത്തിന് ഒരു റമളാൻ കൂടി കിട്ടിയില്ലേ? ഫസ്വാമ, ആ റമളാനിൽ അദ്ദേഹം നോമ്പെടുത്തില്ലേ? വസല്ല കദാ വകദാ, ആ 1 വർഷക്കാലം അദ്ദേഹം ഇന്ന രൂപത്തിൽ നമസ്കാരം നിർവഹിച്ചില്ലേ? മിൻ സജദത്തിൻ ഫിസ്സന, 1 കൊല്ലം അയാൾ നിസ്കരിച്ചിട്ടുണ്ട്, 1 കൊല്ലം അയാൾക്ക് റമളാൻ കിട്ടിയിട്ടുണ്ട്. അതാണ് ഷഹീദായി മരിച്ചുപോയ വ്യക്തിയേക്കാൾ മുൻപ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് കാരണമായി തീർന്നത് എന്ന്. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പരിഗണന, ആ പരിഗണനയുടെ മുൻഗണന, അത് മാറി മറിയാൻ ഒരാളുടെ റമളാൻ കാരണമായി തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയുസ് ലഭിക്കുമ്പോൾ, ഇന്നലെ ഇവിടെ പരിസരത്ത് നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെടുകയുണ്ടായി. തിരുവനന്തപുരത്ത് നമ്മുടെ ടൗണിൽ റെയിൽവേ സ്റ്റേഷൻ നിലനിൽക്കുന്ന തമ്പാരി യൂണിറ്റിൻ്റെ ഭാരവാഹി പ്രസിഡന്റ് ഇസ്ലാം ഓർഗനൈസേഷൻ, അദ്ദേഹം ഇന്നലെ മരണപ്പെടുന്നുണ്ട്. ഇന്നലെ ഖബറിലായ ആളുകൾ, അവരിൽ നിന്ന് 1 ദിവസം കൂടി, ഒരാഴ്ച കൂടി, 1 മാസം കൂടി മറ്റുള്ളവർക്ക് നമുക്ക് ആയുസ് ലഭിക്കുന്നു എന്നുള്ളത് കേവലം ആയുസ് ലഭിക്കുന്നു എന്നുള്ളതല്ല. ഖൈറുൻ നാസി മൻ താല ഉംറുഹു, ജനങ്ങളിൽ വെച്ച് ഖൈർ, ഉത്തമന്മാരായ ആളുകൾ അവന്റെ ആയുസ് ദീർഘിക്കുകയും വഹസുന അമലുഹു, അവന്റെ അമല് നന്നായി തീരുകയും ചെയ്യുക എന്നുള്ളത്. റമളാനിൽ ജീവിച്ചാൽ പോരാ, മറിച്ച് അമലുകളെ നന്നാക്കി ഉപയോഗപ്പെടുത്താൻ
ആ സന്ദർഭത്തെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അത് റമദാനിന്റെ പ്രത്യേകതയാണ്. റമദാനിന്റെ പ്രത്യേകതകൾ എടുത്തു പറയുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസാണ് ഫഇന്ന ഉംറത്തുൻ ഫി റമദാൻ. റമദാനിലെ ഉംറ എന്ന് പറയുന്നത് തഖ്ലി ഹജ്ജതൻ ഔ ഹജ്ജതൻ മഈ എന്നാണ്. അത് ഹജ്ജ് ചെയ്യുന്നതിന്റെ പ്രതിഫലമാണ്, അല്ലെങ്കിൽ എന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ്. പ്രവാചകന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ് റമദാനിൽ ഒരു ഉംറ നിർവഹിക്കുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലമായി പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ അതിന്റെ പാരായണത്തിന്റെയും അതിന്റെ പഠനത്തിന്റെയും അതിന്റെ മനനത്തിന്റെയും മാസമായിരിക്കണം. സ്വതക്കകളുടെ അതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞ് അറിയിക്കേണ്ടതില്ല. അത് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കപ്പെടുന്ന മാസമായിരിക്കണം പരിശുദ്ധ റമദാൻ. ഇഅ്തികാഫിന്റെ ആളുകൾക്ക്, ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം നൽകുകയും വസ്ത്രം നൽകുകയും ആളുകൾ നോമ്പ് തുറപ്പിക്കുകയും സംഘടിതമായി കൊണ്ടുള്ള തറാവീഹ് നമസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടത്തേണ്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. ഒരു കൃത്യമായ പ്ലാനിങ്, ഒരു കൃത്യമായ ഒരു മുന്നൊരുക്കം എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. പലപ്പോഴും സംസാരങ്ങളിൽ സൂചിപ്പിക്കാറുള്ളതാണ്, സഹോദരിമാർ ഒരുങ്ങും. അടുക്കള കൊണ്ടൊരു ഒരുക്കമുണ്ട്. അടുക്കള കൊണ്ടുള്ളൊരു ഒരുക്കം ആവശ്യമാണ്, അനിവാര്യമാണ്. നോമ്പ് തുറന്നാൽ ഭക്ഷണം വേണം. പക്ഷെ നോമ്പ് തുറക്കുക, ആ വിഭവങ്ങൾ സമൃദ്ധമായി ഒരുക്കുക, ആ നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ടു മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറഞ്ഞ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സമയം, ഒന്ന് ദുആ ചെയ്യാൻ പോലും സമയമില്ലാത്ത വിധം അടുക്കളയിലേറെ തിരക്കിലായി പോകുന്ന നമ്മുടെ സഹോദരിമാരുണ്ട്. അവിടെ എന്തെങ്കിലും വിഭവങ്ങളുടെ കുറവുണ്ടാകുമ്പോൾ ആക്രോശിക്കുകയും ശണ്ട കൂടുകയും ലഹളയുണ്ടാക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. നമ്മളൊന്ന് മാറേണ്ടതുണ്ട് സഹോദരന്മാരെ. പ്രത്യേകിച്ച് തലശ്ശേരിയും അതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ നിന്ന് സംസാരിക്കുമ്പോ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന സമയം ഭക്ഷണം കഴിക്കണ്ടെന്നോ ദുനിയാവ് ആസ്വദിക്കണ്ട എന്നോ ഒന്നും പറയുന്നില്ല. മറിച്ച് അതൊക്കെ ഒന്ന് നേരത്തെ തയ്യാറാക്കി വെക്കുകയും അവനവന്റെ ഖബറിന് വേണ്ടി റമദാനിൽ എത്തുമോ എന്നോ റമദാൻ പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നോ ഒരിക്കലും പറയാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമുള്ള ദീർഘായുസ്സിനെ എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനങ്ങളും അതിനുവേണ്ടി ആസൂത്രിതമായ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. റിസ്ക് എടുക്കാൻ, നേരത്തെ ഉണരാൻ, നേരത്തെ ഭക്ഷണം തയ്യാറാക്കാൻ, കൂടുതൽ സമയം ഖുർആൻ പാരായണം ചെയ്യാൻ, താൻ സമ്പാദിച്ച സമ്പത്ത് ധാരാളമായി ചെലവഴിക്കാനൊക്കെയുള്ള ഒരു ത്യാഗത്തിന്റെ മനസ്സ്. അതേ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് പരീക്ഷണങ്ങളുടെയും ത്യാഗങ്ങളുടെയും മാസമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ബദറുണ്ടായ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മക്ക വിട്ട് മദീനയിലേക്ക് പോയി ആ മദീനയിൽ പോലും ജീവിക്കുവാൻ അനുവദിക്കാതെ 500 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നുള്ള മക്കയിൽ നിന്നുകൊണ്ടുള്ള അതിനാവശ്യമായ ആസൂത്രണങ്ങൾ നടത്തിയ കാലഘട്ടം. ബദർ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായി തീർന്നതാണ്. യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു പോയതല്ല. അത് റമദാൻ മാസത്തിലായിരുന്നു. അത് റമദാനിന്റെ 17-ായിരുന്നു മദീനയെ. എന്നിട്ട് ആ ബദർ സംഭവിച്ച് വൻ പരാജയം ഏറ്റുവാങ്ങി അടുത്ത കൊല്ലം ഉഹുദുണ്ടായി. ആ ഉഹുദിലും പ്രയാസങ്ങളുമായി അവർ മദീനയെ പൂർണ്ണമായി നിശേഷം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു വന്നതാ. മദീന പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ 5 കിലോമീറ്റർ അപ്പുറത്ത് ഉഹുദിൽ വെച്ചുകൊണ്ടാണ് യുദ്ധമുണ്ടായത്. അവിടെ നിന്ന് മദീനയെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പുറത്തും അപ്പുറത്തും 70ഓളം ആളുകൾ മരണപ്പെട്ടു പോയി. ഒരൊറ്റ ബന്ദിയെ പോലും അവർക്ക് കിട്ടിയില്ല. ഗനീമത്ത് സ്വത്തുക്കൾ കിട്ടിയില്ല. പ്രവാചകനും കൂട്ടർക്കും ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ആത്യന്തികമായ വിജയം ഉഹുദിന്റെ പേരിൽ അവർക്ക് അവകാശപ്പെടാൻ സാധിച്ചില്ല. വീണ്ടും അവര് ഒരുങ്ങുകയായിരുന്നു. ഖുറൈശികൾ ഒരുങ്ങുന്നതിന്റെ കൂടെ അവർ ഗത്ഫാൻ ഗോത്രത്തെയും റസൂലുള്ളാഹിയുടെ ഒരു 6-7 തലമുറകൾക്ക് മുൻപുള്ള ആ വല്ലിപ്പമാരിൽ നിന്ന് അറേബ്യൻ ഉപദ്വീപിൽ പടർന്നു കിടന്നിരുന്ന സർവമാന ഗോത്രങ്ങളെയും അവർ ശേഖരിച്ചു. അതിനാണ് ഹിസാബ് എന്ന് പറയുക. സഖ്യകക്ഷികളെന്ന് 10,000-ഓളം വരുന്ന ആളുകൾ. റസൂലുള്ളാഹി നേരത്തെ നാട് കടത്തിയിട്ടുണ്ടായിരുന്ന ജൂതന്മാരുണ്ടായിരുന്നു ഖൈബറിൽ. അവർ കൂടി നേതൃത്വം നൽകിക്കൊണ്ട് വലിയ കിടങ്ങ് കുഴിച്ച് 2-3 കിലോമീറ്റർ ദൂരം 6-7 മീറ്റർ വീതിയിൽ 7-8 മീറ്റർ ആഴത്തിൽ. അത് റമദാനിലായിരുന്നു. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. മദീനയിൽ നിന്ന് 800 കിലോമീറ്റർ അപ്പുറത്തുള്ള തബൂക്കിലേക്ക്
കൊടിയ ചൂടിൽ യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനമുണ്ടായപ്പോൾ അതിനുവേണ്ടി യാത്രാ സൗകര്യങ്ങൾ, എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള വാഹന മൃഗങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം അവർ തബൂക്കിലേക്ക് നീങ്ങിയത് അത് പരിശുദ്ധമായ റമളാനിലായിരുന്നു. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒട്ടനവധി യാത്രകൾ, ഫതഹ് മക്ക, മദീനയിൽ നിന്ന് മക്കയിലേക്ക്, മക്ക തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി 10,000-ഓളം വരുന്ന സൈന്യവുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് നീങ്ങിയത്, ഫതഹ് മക്ക ഉണ്ടായത് അതും റമളാനിലായിരുന്നു. പ്രവാചകനും സഹാബത്തും സ്വർഗ്ഗത്തിന്റെ അവകാശികളെന്ന് വിശുദ്ധ ഖുർആൻ അസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, മുഹാജിറുകളിൽ നിന്ന് അൻസാറുകളിൽ നിന്ന് മുൻകടന്നു വന്ന ആളുകൾ. സൂറത്ത് തൗബയുടെ 100-ാമത്തെ വചനത്തിലൂടെ അല്ലാഹ് സ്വർഗ്ഗത്തിന്റെ അവകാശികളെ കുറിച്ച് പറഞ്ഞത്, സ്വർഗ്ഗത്തിന്റെ അവകാശികൾ അല്ലാഹുവിന്റെ സഹാബത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഇഹ്സാനിന്റെ വിഷയത്തിൽ ആ സഹാബത്തിനെ ആര് പിന്തുടർന്നു? സഹാബികൾ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസം, സഹാബികളുടെ കർമാനുഷ്ഠാനങ്ങൾ പോലെയുള്ള കർമാനുഷ്ഠാനം, സഹാബികളുടെ സ്വഭാവം പോലെയുള്ള സ്വഭാവം, സഹാബികളുടെ പെരുമാറ്റ ഇടപാട് രീതികൾ പോലെയുണ്ടായിരുന്ന ഇടപാട് രീതികൾ. ആരാണോ അവരെ പിൻപറ്റിയത്, പിന്തുടർന്നത്, നന്മയിൽ പിന്തുടർന്നത്, അവർക്ക് അഅദ്ദല്ലാഹു ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ സഹാബികൾ അവരുടെ റമളാൻ അത് ബദറിൻ്റെതും അത് തബൂക്ക് യാത്രയുടേതും അത് ഫതഹിന് വേണ്ടിയുള്ള യാത്രയുടേതുമായിരുന്നു. നമ്മുടെ റമളാൻ അത് ഭക്ഷണം കൊണ്ട് ആറാട്ട് കളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ലെന്ന് വളരെ ഗൗരവത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. റമളാനിന്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഉ മിനൻ നാർ, ഓരോ ദിവസവും വദാലിക ഫി കുല്ലി ലൈല, റമളാൻ ആരംഭിച്ചു ഓരോ ദിവസവും നരകത്തിൽ നിന്ന് ആളുകളെ പ്രത്യേകമായി മോചിപ്പിക്കപ്പെടുന്ന ദിവസമാണ് അത് റമളാനിന്റെ രാപ്പകലുകൾ എന്ന് പറയും. എന്താണ് ആ മാസത്തിൽ പ്രത്യേകമായി അനുഷ്ഠിക്കേണ്ടത്? അത് നിർബന്ധമായ നോമ്പ് മാത്രമാണ്. ബാക്കിയുള്ള നമസ്കാരവും തഹജ്ജുദും ദാനധർമ്മങ്ങളും ഒക്കെ മറ്റു മാസങ്ങളിലും ഉള്ളത് തന്നെ. അതിന്റെ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകമായുള്ള കർമ്മം നോമ്പാണ്. ആ നോമ്പിന് ചില ഫضലുകൾ, ചില ശ്രേഷ്ഠതകൾ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിന്റെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ചില സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളെ എണ്ണി പറയുന്നു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, കൂട്ടത്തിൽ അല്ലാഹു എടുത്തു പറയുന്നു വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന പുരുഷന്മാർ, നോമ്പെടുക്കുന്ന സ്ത്രീകൾ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമ. അതേ നോമ്പെടുത്താലുള്ള പ്രതിഫലം എന്ന് പറയുന്നത്, നോമ്പെടുത്താലുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അവന് മഗ്ഫിറത്താകുന്നു, മഹത്തായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സ്വർഗീയമായ ജീവിതമാകുന്നു. 2, നോമ്പെടുത്താലുള്ള രണ്ടാമത്തെ നേട്ടം എന്താണ്? ഒന്ന് പാപമോചനമാണ്, സ്വർഗപ്രവേശനം. രണ്ടാമത്തേത് ആ നോമ്പിനെ സംബന്ധിച്ച് കൽപ്പിച്ചിടത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരുന്നതിനു വേണ്ടി എന്ന്. ഇതിങ്ങനെ കേൾക്കുന്നതാ, നിരന്തരമായി കേൾക്കുന്നു. ഇത്തഖ്വാ 54 തവണ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദപ്രയോഗമാണ്. തഖൂ റബ്ബക്കും ലഅല്ലക്കും തത്തഖൂൻ, യത്തഖൂൻ, മുത്തഖീൻ. ഇത്ര ഭാഷാപരമായ പ്രയോഗങ്ങളെ ഖുർആൻ നടത്തിയത്. എന്താ തഖ്വ? തഖ്വ എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ബിഅന്ന യൽതസിമുൽ മുസ്ലിം അവാമിറുല്ലാഹി തആല വയജ്തനിബു മാ നഹാ അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് പാലിക്കലാണ് തഖ്വ. എന്താണോ അല്ലാഹു വിരോധിച്ചത് ആ വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കലാണ് തഖ്വ. ഈ 2 സ്വഭാവ ഗുണത്തിലേക്ക് ഒരു മനുഷ്യൻ വളർന്നാൽ ഫയഖൂമു ബിൽ വാജിബാത്തി വൽ മൻദൂബാത്ത്, അവനവന്റെ ജീവിതത്തെ നിലനിർത്തുക വാജിബാത്തുകളും മൻദൂബാത്തുകളുമായിരിക്കും, നിർബന്ധവും
നിർബന്ധമല്ലാത്ത ഐച്ഛികമായ കാര്യങ്ങൾ, സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ധാരാളമായി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ സർവമാന കൽപ്പനകളും അവൻ പാലിക്കാൻ വേണ്ടി ശ്രമിക്കും. അവനവന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കും അൽ മുഹറമാത്ത് വൽ മക്റൂഹാത്ത്. മുഹറമാത്തുകൾ, ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ അവന്റെ ജീവിതത്തിൽ ഒഴിവാക്കും. അള്ളാഹു വെറുക്കപ്പെട്ട, മതം വെറുക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളിൽ നിന്ന് മുഴുവൻ അവൻ വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അവൻ പരിശ്രമിക്കും. അങ്ങനത്തെ ഒരു ജീവിതം നമ്മൾ നിരന്തരമായി നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. മുത്തക്കിയായിട്ടുണ്ടോ? 40 കൊല്ലം 50 കൊല്ലമൊക്കെ നോമ്പെടുത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നോമ്പ് മുറിയാതിരിക്കാൻ നമ്മൾ നല്ല ശ്രമം നടത്തലുണ്ട് അല്ലെ? നോമ്പ് മുറിയോ എന്നുള്ള ബേജാറാ. മൂക്കിൽ മരുന്നെറ്റിക്കാൻ പറ്റോ? ചെവിയിൽ മരുന്നെറ്റിക്കാൻ പറ്റോ? കണ്ണിൽ മരുന്നെറ്റിക്കാൻ പറ്റോ? ഇപ്പൊ മുത്തക്കിയാവുന്നുണ്ടോ? അതിന് വല്ല കുറവും വരുന്നുണ്ടോ? ഒരു പരിശോധനയില്ല. മുത്തക്കി ആയാലും വേണ്ടില്ല, ആയില്ലെങ്കിലും വേണ്ടില്ല, നോമ്പ് മുറിയാതിരുന്നാൽ. നോമ്പ് മുറിയാലൊന്നൊരു പ്രശ്നമുള്ള കാര്യം. മറന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ റസൂൽ എന്താ പറഞ്ഞത്? അല്ലാണോ എന്നെ കുടിപ്പിച്ചത്? ഓർമ്മല്ല. അടുക്കളയില് ജോലി ചെയ്യാം, വെള്ളം എടുത്താൽ കുടിച്ചു, സാധാരണ കുടിക്കണ പോലെ കുടിച്ചു. നോമ്പൊന്നും മുറിയില്ല, ഒന്നും സംഭവിക്കൂല. അവനെ കൊണ്ട് തീറ്റിപ്പിച്ചത് കുടിപ്പിച്ചത് അള്ളയാണെന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മള് രാവിലെ സഹൂർ അത്താഴ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ബാങ്ക് കേട്ടോ എന്താ ചെയ്യാ? റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? നിർത്തണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിച്ചോളിന്ന്. ബാങ്ക് കേട്ടാലും ആവശ്യമുള്ള ഒരു മിനിമം ക്വാണ്ടിറ്റി കഴിച്ചിട്ടില്ലെങ്കിൽ അത് കഴിച്ച് പൂർത്തിയായിട്ട് നിങ്ങൾ നോമ്പ് തുടങ്ങിയാൽ മതിയെന്ന്. ഭക്ഷണം കഴിക്കലും കഴിക്കാതിരിക്കലും തന്നെ നോമ്പ്. ആർക്കാ തോന്നെ സമയം, കൂടുതൽ സമയം പട്ടിണി കിടക്കാൻ പറ്റിയ ഫിസിക്കൽ സ്ട്രെങ്ത്, ബോഡി കപ്പാസിറ്റി ആർക്കാ തോന്നെ? അതിന്റെ ടെസ്റ്റിങ്ങും അല്ല നോമ്പ്. നോമ്പെന്ന് നല്ലൊരു കാര്യം പറഞ്ഞാൽ കളവ് പറയരുത് എന്ന് പറയാം. കളവ് പറയലുണ്ടോ? വ്യഭിചരിക്കരുത് എന്ന് പറയാം. കണ്ണുകൊണ്ട് വ്യഭിചരിക്കരുത്, ചെവിയോണ്ട് വ്യഭിചരിക്കരുത്. പലിശമ്മ തൊടരുത് എന്ന് പറയാം. വീടുമ്പോ പലിശ ഉണ്ടാവരുത്, വാഹനത്തുമ്പോ പലിശ ഉണ്ടാവരുത്, കുട്ടികൾ പഠിക്കണതിനുമ്പോ പലിശ ഉണ്ടാവരുത്. ചിലപ്പോ മുത്തക്കി ആവണമെങ്കിൽ ഇരിക്കണ പേരങ്ങ് വിൽക്കേണ്ടി വരും. എന്നിട്ട് വാടകയ്ക്ക് പോയി താമസിക്കേണ്ടി വരും. വാടകയ്ക്ക് പോയി താമസിച്ച തക്കുവയിൽ വല്ല കുറവുണ്ടാവുമോ? ഒരു കുറവുണ്ടാവില്ല വാടക പേരയിൽ താമസിച്ചു. പക്ഷേ അതിന്റെ മാനക്കേട് ആലോചിച്ച്, ആവശ്യമില്ലാത്ത മാനക്കേട് ശൈത്താൻ ഉണ്ടാക്കി തന്ന് വലിയ എമൗണ്ടിന് വീട് ലോണ്, പിന്നെ ബാങ്കിൽ നിന്ന് പലിശക്ക് പണം എടുത്തിട്ട് വീട് വെച്ച് ഇങ്ങനെ ജീവിച്ചാൽ, എന്നിട്ട് ഓങ്ങനെ നോമ്പെടുക്കുക, ഓനിങ്ങനെ നോമ്പ് തുറപ്പിക്കുക, ഒരു ഫലം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇത്തരത്തിലുള്ള കർമ്മങ്ങളുമായി കടന്നു വന്ന് പാപ്പരായി തീരുന്ന ഒരു ഗതികേട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവരുത്. വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകന്റെ സ്വഹീഹായ ഹദീസുകളിലൂടെ എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് വത്തഖുല്ലാഹ മസ്തതഅതും, കഴിയുന്നിടത്തോളം അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ വിശ്വാസം പരിശുദ്ധമാവണം, നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമാവണം, നമ്മുടെ ഇടപാടുകൾ ശുദ്ധമാവണം, നമ്മുടെ സ്വഭാവങ്ങൾ ശുദ്ധമാകണം. ഇങ്ങനെയുള്ള ഒരു തസ്കിയത്ത്, ഒരു സംസ്കരണം മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂലിനെ അയച്ചത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അവരെ പരിശുദ്ധരാക്കുന്നതിന് വേണ്ടി, കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാ. നമ്മുടെ മനസ്സൊക്കെ ഒന്നുകൂടെ കഴുകി വൃത്തിയായി ശുദ്ധമാവേണ്ടതുണ്ട്. നാട്ടിൽ വലിയ മാന്യന്മാരാ, ഭാര്യനോട് വർത്താനം പറയാൻ മാത്രം പറ്റൂല, താങ്ങൂല ചില സംസാരങ്ങളൊക്കെ. അടുത്ത് ഹാരിസ് ബിൻ സലീമിന്റെ ഒരു സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാപ്പ പേരേക്ക് കയറി വന്ന എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ട്, ഒച്ചട്ട് മക്കളോട് ഭാര്യയോട്. ഒന്ന് സൗമ്യ റസൂലുള്ള പറഞ്ഞതല്ലേ, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും ഖിയാർ, ഉത്തമൻ, മാന്യൻ ഭാര്യനോട് മാന്യായിട്ട് പെരുമാറണം. അത് പെരുമാറുക എന്നുള്ളത് അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയാണത്. എത്ര അനുഭവങ്ങൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ളത്. ഭാര്യമാർ എന്തൊക്കെ തരത്തിൽ റസൂലുള്ളാഹിയോട് പെരുമാറിയിട്ടുണ്ട്, അവധാനതയോടെ, ക്ഷമയോടെ, സ്നേഹത്തോടെ. ആ ഭാര്യമാര് ജീവിത വിഭവങ്ങൾ കുറഞ്ഞതിന്റെ പേരിൽ ചില സ്ട്രൈക്കുകൾ, സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയിട്ടുണ്ട്, വേണ്ടവർക്കൊക്കെ തലാക്ക് വാങ്ങി പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും പോയിട്ടില്ല. എന്തേ കാരണം?
ആ ജീവിതത്തിന്റെ ഒരു സുരക്ഷ, ഒരു പ്രത്യേകമായ ഒരു കെയർ, സംരക്ഷണം ഭർത്താവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി മൈമുന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ സഹോദരി ഹംനയെ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം. എൻ്റെ സഹോദരി ഹംന ബിൻത് ജഹ്ഷിനെ റസൂൽ നിങ്ങൾക്ക് ഭാര്യയായി സ്വീകരിക്കണം. റസൂൽ തിരിച്ചു ചോദിക്കുന്നത്, മൈമുന നിനക്കറിയില്ലേ ഒരേ സമയത്ത് സഹോദരിമാരെ വെച്ചേക്കാൻ പാടില്ല? എന്തേ താത്ത അങ്ങനെ ചിന്തിച്ചത്? ഞാൻ അനുഭവിക്കുന്ന സുഖം, സന്തോഷം, റാഹത്ത് അത് എൻ്റെ അനിയത്തി കൂടി കിട്ടണമെന്ന് ചിന്തിച്ചത്. അങ്ങനെ ആയിരുന്നു പൂർവികർ. എല്ലാ മേഖല, കുടുംബജീവിത മേഖലയിൽ, കച്ചവടത്തിന്റെ മേഖലയിൽ, നമ്മൾ ഇടപെടുന്ന മേഖലകളിലെല്ലാം നമുക്ക് തഖ്വയെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ തഖ്വയാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പ്രാർത്ഥിക്കാം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ സിറാത്തുൽ മുസ്തഖീമിൽ നീ വഴി നടത്തണമേ, നീ ഹിദായത്തിൽ നിലനിർത്തണമേ. ഏതാ ഹിദായത്ത്? ഹിദായത്ത് ഖുർആനാണ്. ആ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. അത് ആർക്കാ ഉപകാരപ്പെടുക? ഹുദൻ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് ഫലപ്പെടും. ഒരാൾ മുത്തഖിയാവാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, ഇന്നലെയും കേട്ടിട്ടുണ്ട്, ഇന്നും കേട്ടിട്ടുണ്ട് പലിശമ തുടരുത്, ഇന്നലെ ഇന്നും മിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചയൊക്കെ കേട്ടിട്ടുണ്ട് കുടുംബജീവിതം നന്നാക്കണം. ആ കഴിഞ്ഞ ആഴ്ച പോയ പോലെ തന്നെയാണ് ഈ ആഴ്ചയും പോണത്, ഈ ആഴ്ച പോയ പോലെ തന്നെയാണ് അടുത്ത ആഴ്ചയും പോകുന്നത്. സംഘടനയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റമദാനായിട്ട് അഹ്ലുൻ റമദാൻ ചെമ്പാട് യൂണിറ്റ് നടത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അപ്പുറത്തേക്ക് ജീവിതത്തിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ അതുകൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടാവില്ല. തഖ്വയാണ് മാനദണ്ഡം, തഖ്വയാണ് അടിസ്ഥാനം. ഖുർആൻ അത് തഖ്വയുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുകയുള്ളൂ, ഫലപ്രദമാവുകയുള്ളൂ. സ്വർഗം മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്നുവെന്ന വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിലൂടെ പറയുന്നു, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. ആ നരകത്തിന്റെ അടുത്തേക്ക് വരാത്തവരായി ആരും ഉണ്ടാവുകയില്ല എന്നത് അല്ലാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാകുന്നു. അങ്ങനെ എല്ലാവരും അതിന്റെ സമീപത്ത് വരും. പിന്നീട് നുനജ്ജില്ലദീന തഖൗ, തഖ്വയുള്ള ആളുകളെ അതിന്റെ സമീപത്ത് നിന്ന് നാം രക്ഷപ്പെടുത്തുന്നതാണ്. ലാലിമുകൾ, അക്രമികളായ ആളുകൾ മുട്ടുകുത്തിയ അവസ്ഥയിലായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നു.